ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാരും ഇന്നത്തെ ഹലോ. അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2026 ഓണം ചെറിയ തോതിൽ, അതെ ഞങ്ങളുടെ ഫസ്റ്റ് ഓണം 2026 ഫസ്റ്റ് ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ റോസമേനയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അതെ, ചെറിയൊരു ഓണമാണ്, വീട്ടിലെ ഓണം. അധികം ആൾക്കാരൊന്നുമില്ല. നമ്മുടെ അഭിജിത്തും ഫാമിലിയും പിന്നെ നമ്മുടെ രണ്ടുപേരുടെ അനിയത്തിമാരും. അപ്പൊ ഇങ്ങനെയൊക്കെ ആഘോഷിച്ച റോസമ്മ ഇന്നത്തെ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഫുള്ള് പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അതെ, ഈ വർഷം നമുക്ക് ഒത്തിരി ഓണം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് 3 4 ഓണാഘോഷം മുന്നോട്ട് കിടപ്പുണ്ട്. ഇന്ന് ഞങ്ങള് സമാധാനപരമായിട്ട് വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കാം. ഇയാളുടെ ഇത് ശരിക്കും സെക്കൻഡ് ഓൺ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ 1 month 2 month ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പ്രാവശ്യം ഇയാൾ ശരിക്കും പപ്പടവും ചോറും ഒക്കെ കൂട്ടി ഉണ്ണാൻ വേണ്ടിട്ട്, ഇലയിൽ ഉണ്ണാൻ വേണ്ടിട്ടുള്ള ഇയാളുടെ ഫസ്റ്റ് ഓണാണ്. ഇയാൾക്ക് പറയാനുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിന്റെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഈ ചെറിയ വീഡിയോ കൂടെ കാണാം. വരും ദിവസങ്ങളിൽ ഓണാഘോഷങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഞങ്ങളുടെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു അടിപൊളി ഓണാശംസകൾ. ഹാപ്പി ഓണം. നമ്മുടെ ഓണം ഈ പ്രാവശ്യം നമ്മൾ 3 ഫാമിലീസ് ആണുള്ളത്. അപ്പം അല്ല 3 അല്ല 4, പുതിയോടെ കൂട്ടിയിട്ട് 4 ഫാമിലീസ് ആണുള്ളത്. അപ്പൊ 4 ഫാമിലീസും കൂടിയിട്ട് ചെറിയ 1-2 കറികളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടാനാണ്. അപ്പൊ ഞങ്ങളുടെ വക 2 പായസം ഉണ്ട്, അടപ്രഥമനുണ്ട്, പാലടയുണ്ട്, പിന്നെ അവിയലുണ്ട്, ആന്റിയുടെ വക പുളിയിഞ്ചി ഉണ്ട്, അച്ചാറുണ്ട്, ചോറ്, പപ്പടം. ഇത്രയാണ് നമ്മുടെ വക. പിന്നെ ഇനി ആൾക്കാർ ഇനി വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഫുൾ സെറ്റാണ്. ഞങ്ങളെ ബോയ്സ് ആണെങ്കിൽ ഫുൾ ഓണ് പവർ. ചെറുതിനെ കിടത്തി ഉറക്കാൻ നോക്കിട്ട് ഉറങ്ങുന്ന പോലില്ല. അവനൊക്കെ ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്നുള്ള ഇതിൽ അവരിയ്ക്കുകയാണ്, ഉറങ്ങുന്ന പോലുമില്ല. പാഞ്ഞ് കിടക്കുക. ഇന്നെന്തോ പരിപാടി ഉണ്ടെന്ന് കക്ഷിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ അച്ചു? അതെ, ചേട്ടൻ തുമ്മും അതുമല്ല റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫുൾ പരിപാടി ഇതാ. ജോക്കുട്ടാ ബാ, തുമ്മു അതും ബാ. യൂണിഫോം ഇട്ട പോലെയായി ഓണത്തിന് ലാസ്റ്റ്. അതെ അതെ, അങ്ങനെ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ അതിഥികൾ എല്ലാരും വന്നിട്ടുണ്ട്. ഓക്കെ, പൊന്നീത ക്യാമറമാൻ. അങ്ങനെ ഫുൾ സിംഗിൾ ഞങ്ങളുടെ ഫോട്ടോ എടുപ്പ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോസമ്മ മാറിക്കേ, ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ എന്നാ സംഭവം. അതെ, പൂക്കളത്തിന്റെ പരിപാടി തുമ്മും കുഞ്ഞിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പൂക്കളം സെറ്റ് ചെയ്യണ്ടോ തുമ്മു? ഓക്കെ ഓക്കെ. പൊന്നിയാണ് ഇന്നത്തെ ഭീകരി ക്യാമറമാൻ. അപ്പൊ ഇത് സ്വന്തം ഗ്ലാമർ ആസ്വദിക്കാൻ തോന്നുന്നു മൊബൈലിൽ കൂടെ.
4 വീട്ടിൽ നിന്നായിട്ടുള്ള കറികളും ഇവിടെ എത്തിയിട്ടുണ്ട്. കറി, പായസം, എന്താ നമ്മള് ചോറ്, പപ്പടം, അച്ചാറ്, പുളിയിഞ്ചി, പായസം, അവിയല്, ഇത്രയാണ് നമ്മുടേത്. നിന്റെ എന്തൊക്കെയായിരുന്നു? രസം, മധുരപ്പച്ചടി, മെഴുകുവരട്ടി, പിന്നെ ഒരു പായസം, പരിപ്പ് കറി. ഞങ്ങൾ സാമ്പാർ, മോരുകറി, മറ്റേ എന്താ മമ്പയർ തോരൻ, പിന്നെ ശർക്കര വരട്ടി, മറ്റേ വറുത്തപ്പേരി. ഒരു മിനിറ്റ്. നമ്മള് കൂട്ടുകറി, പച്ചടി, ക്യാബേജ് തോരൻ, അപ്പൊ ഇനിയിപ്പോ നമ്മള് പയ്യെ എക്സാമിന് വന്നാലും അളിയൻ പറഞ്ഞ് കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. 10 പേർക്ക് 2 പഴം വീതം 20 പഴം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ മുകളിൽ അളിയ 4 പഴം പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും തികയോ? അത് നമ്മള് കഴിക്കുന്ന പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാൽ മതി. അതെ. ഇത് ചേച്ചി, ഇന്നലത്തെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഞങ്ങൾ ഇന്നലെ വളരെ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ചേച്ചി, ഓണം ഇത്തവണത്തെ ഓണത്തോടെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് പ്രശ്നം തന്നോ? ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു കൊടുത്തു. ഓക്കെ, എല്ലാരും ഇവിടെ നോക്കിയേ. ഹലോ, അബില് പറഞ്ഞ അബില് അതെ ഹാപ്പി. ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് പോകുന്നുണ്ട്. ആണോ? കൊള്ളാവോ? ചേച്ചി, ഫുഡൊക്കെ ഇന്നലെ അവർ പ്രഷർ തന്നായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇല്ലേ? ആണോ? ചേച്ചിമാരെ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അതെ, ചേച്ചിക്ക് ഞങ്ങളുടെ ചേച്ചിക്ക് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചേച്ചിമാരോട് പ്രത്യേകമായിട്ട് താങ്ക് യു. ഞങ്ങള് ഫുഡ് കഴിച്ചു. നല്ല സ്മെല്ലായിരുന്നു. അതെ, നല്ല സൂപ്പർ ഫുഡും നല്ല സൂപ്പർ കറിയൊക്കെ ആയിരുന്നു. ഫുഡായിരുന്നു. എല്ലാ കറിയും സെറ്റപ്പ് ആയിരുന്നു. നല്ല ഇത് പെയ്ഡ് റിവ്യൂ ഉണ്ട്. ഇവിടെ ചോദ്യം കേൾക്കുമ്പോൾ പെയ്ഡ് റിവ്യൂ ഉണ്ട്. അളിയ നല്ല ഫുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി. ഇനിയിപ്പോ നമ്മൾക്ക് കിഡ്സിന്റെ റിവ്യൂ കേൾക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു കിഡ്സിന്റെ റിവ്യൂ? പൈനാപ്പിൾ കറി അല്ല ആദു, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ ഫുഡല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ ഈ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മുടെ ഓണത്തിന്റെ വ്ളോഗ് കണ്ടല്ലോ. ഇത് ചെറിയൊരു ഓണം, ഞങ്ങളുടെ ഫാമിലിയുടെ മാത്രം ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. നമുക്ക് അടുത്ത ഓണത്തിന് കാണാം.
അതെ പൊന്നിയുടെ വക എന്റെ കെട്ടിയ എനിക്ക് സ്ഥലത്തില്ലാത്ത എന്റെ കെട്ടിയനെ വക പണിക്ക് പോയി എന്റെ കെട്ടിയനെ വക ഹാപ്പി ഓണം. പാവമുണ്ട് കഷ്ടമുണ്ട്. ഓണത്തിന് അന്ന് വരെ പണിക്ക് പോയാൽ ജോലിക്ക് പോകേണ്ടി വന്ന നിഖിലിന്റെ പൊന്നിയുടെ നിഖിലിന് വേണ്ടിട്ട് നിഖിലിന്റെ വകയും ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ. അപ്പൊ ഇത് ഞങ്ങളുടെ വക ഒരു കുഞ്ഞു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. നമ്മുടെ ഫാമിലി വളരെ ക്ലോസ് ഫാമിലി മാത്രമുള്ളൊരു ഓണാഘോഷം. എൻ്റെ അനിയത്തിയും റോസമ്മയുടെ അനിയത്തിയും പിന്നെ ഞങ്ങളുടെ വളരെ ക്ലോസ് ഉണ്ടായ അഭിജിത്തും മാത്രമുള്ള ഒരു കുഞ്ഞു ഓണാഘോഷം. അപ്പം സമാധാനത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അതെ, 10:00 പറഞ്ഞിട്ട് 12 മണിക്ക് വന്ന അഭിജിത്തും ഞങ്ങൾ ആർക്കും പ്രഷർ കൊടുത്തിട്ടില്ല ഇത്ര സമയത്ത് പറഞ്ഞ്. എന്തായാലും നല്ല സൂപ്പർ ഓണാഘോഷമായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. ഇനി കുറച്ച് കളികളും കൂടെ നമ്മള് ഇനി കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു കാണും ഞങ്ങളുടെ ഗെയിംസും പരിപാടികളൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഓണാഘോഷത്തിൽ കാണാം. അഭിക്കുട്ടാ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിട്ട് നല്ലൊരു ഓണം വിഷസ് പറഞ്ഞു. ഫോളോവേഴ്സ് പറയുന്നത് നമ്മള് നമ്മുടെ സുഭദ്ര അപ്പനും സുഭദ്രയും അതെ നെയ്തൻസ് കാസ്റ്റലിന്റെ എല്ലാ ഫോളോവേഴ്സിനും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ കുട്ടികളുടെയും പേരിൽ എല്ലാവിധ ഓണാശംസകളും. പിന്നെ അതെ നമ്മുടെ എല്ലാ വീട്ടുകാർക്കും ഓക്കെ. അപ്പൊ ഹാപ്പി ഓണം.